ഡാൻഷൻ ബാംഗ്ലൂർക്ക് പോയോ? കോട്ടയത്തോ? അവിടെ എന്തിട്ട് പുതിയതാണല്ലോ കോട്ടയത്ത് പോയെന്ന്. ആൻസൺ കോട്ടയത്ത് പോയോ? പറഞ്ഞ ആൻസൺ മിസ് യു എന്ന് പറ. ഇന്നെന്താ മുഖത്തൊരു സന്തോഷം ഇല്ലല്ലോ? ആണോ? അതിന്റെ ജാടയാ? ഓ, നിങ്ങളുടെ അവസ്ഥയെ കുറിച്ച് ഗതികേടിന്റെ മീറ്റിംഗ്. ഹലോ പറ, എവിടെ പോവാ? സ്കൂളിൽ മര്യാദക്ക് പറ. അതെന്തിട്ടത്? സ്കൂളിൽ പോവാ? പാച്ചോടെ ഹലോ ഗുഡ് മോർണിംഗ് പറയൂ. പാച്ചു എവിടെ പോവാ? സ്കൂളിലേക്ക് പോവാണോ? സേ ഹായ്. ഹായ്, ഹൗ ആർ യു ചോദിച്ചേ. എല്ലാരോടും ഹൗ ആർ യു ചോദിച്ചേ. ഓ ഐ എം ഫൈൻ താങ്ക് യു. തോമ ചോദിച്ച എല്ലാരോടും സുഖാണോ? എല്ലാരും റെക്കോർഡ് ചെയ്തിരിക്കുക. എവിടെയാ പോണേ? സ്കൂളിലാ പോണേ? ഭക്ഷണം കഴിച്ചോ? തോമ ഭക്ഷണം കഴിച്ചോ? പാച്ചോ? പാച്ചു ഭക്ഷണം കഴിച്ചോ? എന്താ കഴിച്ചേ? ഫുള്ളോപ്പറ്റയോ? തോമു തോമുന് ബർത്ത്ഡേക്ക് ഡ്രസ് എടുക്കണ്ടേ? That's not your birthday dress. തോമുന്റെ പുതിയ ഡ്രസ് കാണിച്ചേ, വീഡിയോയിൽ കാണിച്ചേ. ഇതും പുതിയ ഡ്രസ്സാ? കൊള്ളാമോന്ന് ചോദിച്ചേ. ചോദിക്ക് കൊള്ളാമോ, ചോദിക്ക് കൊള്ളാമോ. എന്റെ ഡ്രസ് ഇഷ്ടായോ? ആൻഷനോട് ആൻഷൻ ബാംഗ്ലൂർക്ക് പോയോ? കോട്ടയത്തോ? അവിടെ എന്തിട്ട് പുതിയതാണല്ലോ കോട്ടയത്ത് പോയെന്ന്. ആൻസൺ കോട്ടയത്ത് പോയോ? പറഞ്ഞ ആൻസൺ മിസ് യു എന്ന് പറ. ലീലമ്മയുടെ വീട്ടിൽ പോയതാ? ലീലമ്മ എവിടെ? മീമാമ എവിടെ? കോട്ടയത്തുണ്ടോ? പഠിച്ചല്ലോ, മിടുക്കൻ. ലീലമ്മ കോട്ടയത്തുണ്ടല്ലേ? അപ്പുറത്തോ? മീമാമയ്ക്ക് ഹായ് പറഞ്ഞേ. ഹായ് മീമാമ. മീമിയോ? മീമാമ സുഖാണോ? വേഗം വായോന്ന് പറ. പാച്ചുന് കാണണം. വേഗം വായോ, ഓടി വായോ. പാച്ചു ലുല്ലു പോവാൻ പാട്ട് പാടും. ലൂലു സംഗതിയോടുകൂടി സ്റ്റോപ്പ് ആക്കണം. ചെരുപ്പിട്ടിട്ടില്ലേ? അപ്പുറത്താണ് സ്കൂള്. ഓക്കെ, ഇതാണോ സ്കൂള്? ഓ, അകത്ത് കയറ്റി കൊണ്ട് പോവാനിപ്പോ. ഞാൻ ഇറങ്ങട്ടെ മോനെ. ബൈ ബൈ പാച്ചു. ബൈ തോമു. ബൈ ബൈ. See you. Take care. എവിടെ പോണേ പറ. വേർ യു ഗോയിങ്? ഞങ്ങൾക്ക് തോമുവിന്റെ ബർത്ത്ഡേയുടെ ഡ്രസ്സ് എടുക്കാൻ പോവാണ്. അപ്പൊ ലിജോ ചേട്ടൻ തന്നെ ഗിഫ്റ്റ് കാർഡ് ഉണ്ട്. ഗിഫ്റ്റ് കാർഡ് ലിജോ ചേട്ടൻ
ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഡ്രസ്സ് ലിജോ ചേട്ടൻ ഇങ്ങനെ കാർഡ്സാ തരാറ്. മറ്റേ ബർത്ത്ഡേ അല്ലല്ലോ, ഇതിനു മുമ്പ് ഒരു കാർഡല്ലേ തന്നത്, അല്ലല്ല ടോയ്. അപ്പൊ ഇതാകുമ്പോ നമുക്ക് ഇഷ്ടമുള്ള സാധനം പോയി എടുക്കാമല്ലോ. അപ്പൊ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഡ്രസ് ബൈ ലിജോ, ഫുൾ നെയിം എന്തിട്ടാ, വടക്കൂട്ട്, ലിജോമോൻ വടക്കൂട്ടിന്റെ വകയാണ് ഈ പ്രാവശ്യത്തെ തോമുന്റെ ബർത്ത്ഡേ ഡ്രസ് സ്പോൺസർ. അപ്പൊ ഞങ്ങളത് എന്തെങ്കിലും നല്ലൊരു ഒക്കേഷൻ വരുമ്പോൾ എടുത്ത് യൂസ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം ബർത്ത്ഡേക്ക് ഞങ്ങൾ യൂസ് ചെയ്യാൻ പോകണം, നോക്കണം. എന്നിട്ട് മാക്സിൽ പോകണം. മാക്സിൽ പോട്ടെ, സ്റ്റുഡിയോയിൽ പോകണം. തോമുനൊരു ചെരുപ്പ് നോക്കണം, പാകമായാൽ എടുക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ വിടും. കാരണം സ്റ്റുഡിയോയിൽ ഓഫർ നടക്കുകയാണ്. ഇന്ന് തൊട്ട് 299 ആണോ? താൻ ഇന്നലെ റീൽസ് കണ്ടത് അങ്ങനെയാ. ഇത്രയും ദിവസം 499 ബിലോ ആയിരുന്നു. ഇന്ന് തൊട്ട് 299. ഇന്നലെ തൊട്ടെങ്ങാണ്ടാന്നു നമ്മുടെ ഒരു എറണാകുളത്തെ ഒരു വ്ളോഗർ വീഡിയോ ഇട്ട് ഞങ്ങൾ കണ്ടു. സോ ഞങ്ങൾ അവിടെ ഒന്ന് പോയി നോക്കണം. മമ്മിയുടെ ബർത്ത്ഡേ വരുന്നുണ്ട്. മമ്മിയുടെ ബർത്ത്ഡേ 27. ഇന്നലെ അക്കിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ടെസയുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ഇല്ലേ, 18. ടെസയുടെ ഉണ്ട്. ഷെറിൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞാണ്. കാരണം ഞാൻ വ്യാഴാഴ്ച പ്രസവിച്ചു, ഞായറാഴ്ച ഷെറിൻ പ്രസവിച്ചു. അങ്ങനെ ഞങ്ങൾ എന്നെ കാണാൻ വന്നപ്പോൾ തോമത് കണ്ട ഐഡിയ തരുന്നു എനിക്ക്. അപ്പ ഇങ്ങനെ വെച്ചോളൂ, നമ്മുടെ i20 ബ്ലോക്ക് ഷർട്ട് വെച്ചിട്ടില്ല താൻ. ചാക്കോച്ചിനെ നാളെ അത് ഇടിപ്പിക്കാനാ. ബ്ലോക്ക് എവിടെ പോയാലും ബ്ലോക്ക്. തോമു ഞാൻ മേടിച്ച് വെച്ചിട്ടില്ല 4 അതിന് ഏതെങ്കിലും ഇടട്ടെ. അപ്പൊ പുതിയ ജീൻസ് നാളെ എടുക്കണ്ടല്ലോ. പുതിയ ജീൻസ് അപ്പൊ ബർത്ത്ഡേയുടെ ഇടാം. ബർത്ത്ഡേ ബോയ്. അതെ, തോമോന് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോവാണ്. ഡോൺചേട്ടൻ കേരള ടോയ് ഹൗസിൽ പോവാണ്. നമ്മുടെ കേരളയിൽ പോണെങ്കിൽ പാർക്ക് ചെയ്യണം അവിടെ. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, ലവ് ലാപ്പിൻ്റെ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തത് ടോയ്സ് മുകളിൽ. പാച്ചുവിന് ഈ പ്രാവശ്യം ബർത്ത്ഡേക്ക് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാം. പാച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ സൈക്കിള്. ടോയ്സ് മുകളിൽ. അയ്യോ, തട്ടിക്കൊണ്ട് പോവാ. ദേ നിൽക്കുന്നു. ആയി പറ, യോഗ കാണിക്കേ. ഇന്നെൻ്റെ മുഖത്തൊരു സന്തോഷം ഇല്ലല്ലോ. ആണോ? അതിൻ്റെ ജാടയാ? ഓ, നിങ്ങളുടെ അവസ്ഥയെ കുറിച്ച് ഗതികേടിന്റെ മീറ്റിംഗ്. ഗതികേട് മീറ്റിംഗ് ആണിത്. പാവങ്ങള്
മായാലോകം, ടോയ്സിൻ്റെ മായാലോകം. ബോംബെ ടാക്സി. ഇത് ബോംബെ ടാക്സിക്കാരാടോ. കൊള്ളാം അല്ലേ? കുറേ ഉണ്ട്. ഫുൾ ഓഫ് ടോയ്സ്. പിള്ളേരെയും കൊണ്ട് വരാൻ പറ്റിയ സ്ഥലം. ഇതൊരെണ്ണം വാങ്ങിച്ചാലോ? ഈ വീഡിയോ ഗെയിം ഒരെണ്ണം വാങ്ങിച്ചാലോ? നോക്കട്ടെ. ഇവിടെ വന്നാലുള്ള പ്രശ്നം ഇതാ, ആശയക്കുഴപ്പം. ഫുൾ ഓഫ് ടോയ്സ്. ഫുൾ ഓഫ് ടോയ്സ്. എന്തിനാ വണ്ടി വാങ്ങിക്കാനോ? എൻ്റെ ചെരുപ്പ് വന്നൊരു ബോക്സ് ഉണ്ട്, അത് മതിയോ? വലിയ ബോക്സാണ്, പക്ഷെ അത് ഒരു നമ്മുടെ ഷൂസൊക്കെ കിട്ടണ ബോക്സ്. ഷോ, എന്ത് ഉത്തരവാദിത്തമുള്ള അപ്പൻ. നേരെ പോ. ഇപ്പൊ പിള്ളേരെക്കാളും കഷ്ടം തന്നെ കൊണ്ട് ഈ വഴിക്ക് വരുന്നതാണല്ലോ. നോക്ക് പോണത് 100 രൂപയുടെ കാർ വാങ്ങിച്ച് മോനെ പറ്റിക്കാൻ പോണ അപ്പൻ. എന്നെക്കാളും വേണ്ട എനിക്ക് വലിയ ടാക്സി വാങ്ങിക്കായിരുന്നില്ലേ? ഓ ശരി സാർ. കുറേ പേര് ചോദിക്കുന്നുണ്ട്, കുറേ പേരുടെ സംശയമാണ് കേരള ഫാൻസി സ്റ്റോഴ്സ്. ഇതാണ് കേരള ഫാൻസി സ്റ്റോഴ്സിൻ്റെ ബോർഡും നമ്പറും ഒക്കെ കുറേ പേര് ചോദിക്കാറുണ്ട് നിങ്ങൾ പോകുന്നത് എവിടെയാണ്. നമ്മളിതിൻ്റെ പാർക്കിങ്ങിലാണ് കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ആ ഷോപ്പിൻ്റെ. ഫോൺ നമ്പർ വേണമെങ്കിൽ കടയിലേക്കൊക്കെ എടുക്കണേലും അല്ലാതെയും ഒക്കെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. മൺഡേ വരുമ്പോ അളവ് ഷർട്ടും ജീൻസും കൊടുത്തു വിടാനോ ആനുവൽ ഡേക്ക് ഡ്രസ് എടുക്കണോന്നോ? ഓക്കെ. തോമ ആനുവൽ ഡേക്ക് ഉണ്ടോ?
എനിക്ക് വയ്യ, തോമ തകർക്കും. ഡാൻസിനുണ്ടോ? പാച്ചു എന്തോന്നും മിണ്ടാത്തെ? പാച്ചു പിണങ്ങി. പാച്ചു എന്തിനാ പിണങ്ങിയ തോമോ? അമ്മ ഫോൺ എടുത്തിട്ടില്ലല്ലോ തോമോ. ഗൂഗിൾ പേ ഫോൺ എടുത്തിട്ടില്ല, വീട്ടില് വെച്ചു ഞാൻ. ഈ ഫോണില് ഗൂഗിൾ പേ ഇല്ലല്ലോ. അമ്മ പറയാറില്ല ഈ ഫോണില് ഗൂഗിൾ പേ ഇല്ല, പൈസ ഇല്ല. തോമിന്റെ കയ്യില് പൈസ ഉണ്ടോ? എത്ര രൂപയുണ്ട്? 50 രൂപയ്ക്ക് ഒന്നും കിട്ടില്ല തോമോ. അപ്പ പേഴ്സ് വീട്ടിൽ മറന്നു വെച്ചിട്ട്, അപ്പ പേഴ്സും വീട്ടിൽ വെച്ച് മറന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാ? അയ്യോ, കടയടക്കം സ്പോട്ടടക്കം പറഞ്ഞായിരുന്നു. അടുത്ത സ്പോട്ട് ബേബി സെല്ലിലെ അങ്കിള് പറഞ്ഞേ ഐസ്ക്രീം സ്റ്റോക്ക് തീർന്നു പോയി, കേടായെന്ന് പറയണോ. എന്താ മിഠായി മതിയോ 2 പേർക്കും? ആ വാങ്ങിച്ചു തരാം. മിണ്ടാണ്ട് കാറിലിരിക്കണം. പല്ലിനകത്ത് വേദന എടുക്കണം. അവിടെ സർക്കിൾ ഇല്ല, ഉള്ള മിഠായി വാങ്ങിക്കും. ഓക്കെ ആണോ? നോക്കണോ, പച്ച സ്കോർപിയോ. പച്ച സ്കോർപിയോ. എന്താ തോമോ? എന്താ പാച്ചു? ബെൽറ്റ് ഇട്ടില്ലായിരുന്നു തോമു. എന്താ പറയാ, ഞമ്മ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെന്ന് പറയണ്ടേ തോമു? ഇതൊക്കെ എന്താ പറയാ, ചുണ്ട് ശരിക്കും വെച്ചേ. എന്നാ മിഠായി വാങ്ങിച്ചു തരില്ല. ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഇതൊന്നും ഞാൻ ചെയ്യില്ല. ഞാൻ പറയുന്നത് നീ കേൾക്കണം. ഓക്കെ? ഇന്ന് സ്നാക്സ് കഴിച്ചോ? ബബിൾക്ക് ഒന്നും വാങ്ങിച്ചു തരില്ല. വീഡിയോയിൽ അങ്ങനെ പലതും കാണും നീ. ഫോട്ടോ കണ്ടോ? വേറെ മിഠായി വാങ്ങിച്ചു തരാം. കിൻഡർ ജോയ് വേണോ? വാങ്ങിച്ചു തരാം. വേണ്ട. ജെംസ് വേണോ? ബബിൾക്ക് എന്തായാലും നമ്മൾ വാങ്ങിക്കില്ല. ഓക്കെ? റീമോൾ മാമിനോട് ഞാൻ പറഞ്ഞു കൊടുക്കും. ലോലിപോപ്പ് കിൻഡർ ജോയേക്കാളും ഒക്കെ അടിപൊളി ചോയ്സാ. വേണ്ട. ഓക്കെ, സ്ട്രോബെറി ലോലിപോപ്പ് ആണോ? ചാക്കോച്ചിന് വാങ്ങണോ? അതെന്ത് മനുഷ്യനാ നീ? റെയിൻബോ ലോലിപോപ്പ് ചോയ്സിൽ കാണില്ല കേട്ടോ. നോർമൽ ലോലിപോപ്പേ കാണുള്ളൂ. നോ അല്ല എസ്. ഞാൻ കരയൂ. തോമ എന്റെ കൂടെ വഴക്കുണ്ടാക്കണു. കുറച്ച് മതി. പാച്ചൂന് എന്തിട്ടാടാ? ക്യാൻഡി വേണോ? എത്ര ക്യാൻഡി വേണം? 1 ക്യാൻഡി മതിയോ? ഓക്കെ, ഞാൻ വാങ്ങിച്ചോളാം. നിന്റെ പൈസ ഉണ്ടോ? എന്റെ പോക്കറ്റിൽ നിന്ന് കാണിച്ച പൈസ കാണിച്ചേ. എടുക്കട പൈസ. ഇങ്ങനെ കൊണ്ട് കാണിച്ച ചോയ്സിന് മിഠായി ഒന്നും തരില്ല. എന്തപ്പോ അത് നിന്റെ കൊച്ചാപ്പന്റെ കടയോ? ഞാൻ വാങ്ങിച്ചു തരാം. മിണ്ടാണ്ട് കാറിലിരിക്കണം. ഓക്കെ? സ്മൈൽ ചെയ്യ് ഫോണിൽ നോക്കിട്ട്. എന്നാ വാങ്ങിച്ചു തരാം. ശരിക്കും സ്മൈൽ ചെയ്യ്. അങ്ങനെ ചിരിക്കണ്ട, പൊട്ടിപ്പോ. അമ്മയ്ക്ക് ഉമ്മ തരുമോ? ശരിക്കും കിട്ടിയില്ല. താങ്ക് യു. ഇനി കുറച്ചു നേരം പാച്ചു നിൽക്കേണ്ട തോന്നുന്നു. തോമോടി ഇരിക്കും. ഷെയർ ചെയ്യണം. ഹലോ, ഉമ്മ വരാൻ വന്നാടോ കുട്ടി. ഹലോ ഹലോ. വേണ്ടായിരുന്നു. ആരാണ് കുഞ്ഞു ബേബി? പാച്ചു തള്ളാൻ പാടില്ല. പാച്ചു അമ്മയുടെ പൊന്നാണോ പാച്ചു? അല്ലേ, പിന്നെ ആരുടെ പൊന്നാ നീ? പാച്ചു ഇടിക്കാൻ പാടില്ല കുട്ടാ. പാച്ചു പറഞ്ഞോണ്ട് അവൻ മാറി തന്നില്ലേ? ഷെയർ ചെയ്ത് നിക്ക് കൂട്ടാൻ. ഇല്ല, ഷെയർ ചെയ്യത്തില്ലേ? സാമർത്ഥ്യം നോക്ക്. പാച്ചു തോമ
അവിടെ ഗുഡ് ബോയ് ഇട്ടിരുന്ന അമ്മ ലോലിപോപ്പ് വാങ്ങിച്ചു തരാം. അവിടെ ഇരിക്കും കുട്ട, അവിടെ ഇരിക്കും. അമ്മയുടെ മോൻ ഗുഡ് ബോയ് അല്ലേ, അവിടെ ഇരിക്കും. പാച്ചു നോ നോ ഉപദ്രവിക്കൽ. ഒരു പാട്ട് പാടുവോ? ലാസ്റ്റത്തെ അത് പാട്ട് പാടാൻ പറ്റില്ല. ഡോണിന്റെ പാട്ട് പാട്. ഡോണിനെ കുറിച്ചൊരു പാട്ട് പാട്. ഡോണോ ഡോണോ ആ പച്ച കാറിലില്ല, I-20 ഉള്ളൂ. പാട്ട് പാടിയ മിഠായി വാങ്ങിച്ചാൽ. അതല്ല, ഡോണിനെ പറ്റി ഒരു പാട്ട് പാട്. അടുത്ത ഡോണിനെ വെച്ച് പാട്ട് പാടിയ പാച്ചുവിന് അമ്മ മിഠായി വാങ്ങിച്ചാൽ. ഡോണോ ഡോണോ ഷീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ? ദൈവം ഷീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് ട്ടാ. ഗുഡ് ബോയ് ആണ് ട്ടാ. പാച്ചു ഗുഡ് ബോയ് ആണോ ബാഡ് ബോയ് ആണോ? ഗുഡ് ആണോ ബാഡ് ആണോ? അപ്പ പറഞ്ഞല്ലോ ഗുഡ് ബോയ് ആണ്. ഡോണുവിന് ഇഷ്ടാണോ? ഡോണിന് ഇഷ്ടമില്ല. ആ മേടിക്കണ്ട, ചോയ്സ് എത്തിയില്ലല്ലോ. നിനക്ക് കിൻഡർ ജോയ് ഇല്ല. 3 പേർക്ക് ഒരു സാധനം ഞാൻ വാങ്ങിച്ചു തരുള്ളൂ. അത് വേറെ കാര്യം. കിൻഡർ ജോയ് വാങ്ങിച്ചു തരാറുള്ളതല്ലേ. ആ പിന്നെന്തിട്ടാണ് കിൻഡർ ജോയ് വാങ്ങിക്കണ്ട? ഇല്ലെന്ന് ലോലിപോപ്പേ വാങ്ങിക്കണുള്ളൂ. അതാകുമ്പോ എന്റെ കൊക്കിൽ തിന്നും. അവിടെ കിൻഡർ ജോയ് ഫിനിഷ് ആയി പോയി. എനിക്കൊരു ഉമ്മ തന്നാ വേണം, ഞാൻ ആലോചിക്കാം. അവന്റെ കുട്ടി കുറുമ്പ് നോക്കും, എന്റെ മുഖം നോക്ക്. ദേഷ്യം വരുന്നതിന്. പാച്ചു ലൂലു പോകാം. കുറുമ്പ് ഫേസ് പാച്ചു സാർ, കുറുമ്പുകാരൻ. ഹലോ ഹലോ. യു ഗോ അവേ. Go away. Go away, Tomo. എന്റെ മോനോട് എന്താണ് എത്ര? നിങ്ങളെന്തും പോവാൻ വണ്ടി ആരാ ഓടിക്കുക? ലൈറ്റ് ഇട്ടോ? ആ സ്റ്റോപ്പ് ചെയ്യാ. ആര് ഹാപ്പി പാച്ചു? താങ്ക് യു പറ. ഒരു ഉമ്മതായോ? താങ്ക് യു. താങ്ക് യു പാച്ചു. താങ്ക് യു തോമോ. ഓ ഇതില് ഉമ്മ തരാൻ പറ്റണില്ലല്ലേ തോമോ? ഇത് പറ്റിരിക്കല്ലേ അമ്മ? ഓക്കെ തോമോ. അപ്പൊ ഇതേ വീട്ടിൽ വന്ന് ഫ്രഷായി, പിള്ളേരെ ഫ്രഷാക്കി കിടത്തിയിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഇനി കുറച്ചു നേരം റെസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. നാളെ നമുക്ക് വേറെ വ്ളോഗായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.